പാലക്കാട് കോട്ട നമ്മളിൽ ചിലരൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവുമല്ലേ. എന്നാൽ അന്നൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടോ. ഒരു കഥയാണ്, എന്നാൽ അതിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ചരിത്രമുണ്ട്. അപ്പോൾ കോട്ട സന്ദർശിച്ച സമയത്ത് എല്ലാവരെ പോലെയും എനിക്കുണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു, ഹൈദരാലി നിർമ്മിച്ച കോട്ട എങ്ങനെ ടിപ്പു സുൽത്താൻ്റെ പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അതിനുള്ള ഉത്തരമാണ് കഥ പോലെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ചരിത്രത്തിലുള്ളത്. അപ്പം നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ചരിത്രം ആരംഭിക്കുന്നത് 18th സെഞ്ച്വറിയിലാണ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് നമ്മുടെ കേരളം ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് മലബാറിൽ ഒരു പ്രധാന ശക്തിയായിട്ട് സാമൂതിരി ഭരിച്ചിരുന്ന കാലത്ത് ഈ ഒരു നാട്ടുരാജ്യത്തിൻ്റെ കീഴിൽ തന്നെയായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. എന്നാൽ പാലക്കാട് അന്നത്തെ രാജാവായിട്ടുള്ള കോമുവച്ചൻ സ്വതന്ത്രമായി നാട്ടുരാജ്യം ഭരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ സാമൂതിരിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, പാലക്കാട് രാജാവിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഓരോ തന്ത്രങ്ങൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സമയത്ത് സാമൂതിരിയെ പേടിച്ച് പാലക്കാട് രാജാവായിട്ടുള്ള കോമുവച്ചൻ അന്ന് മൈസൂരിലെ പ്രബലമായ സുൽത്താനായിട്ടുള്ള ഹൈദരാലിയുടെ സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ സാമൂതിരിയിൽ നിന്ന് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ പാലക്കാട് രാജാവ് ഇങ്ങനെ ഒരു സഹായം ആവശ്യപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൈദരാലിക്ക് പാലക്കാടിനോടൊരു കണ്ണുണ്ടായിരുന്നു. അതായത് നല്ല തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്, അത് കിട്ടാനുള്ള ഒരു അവസരമായിട്ട് തന്നെ ഹൈദരാലി അത് എടുത്തു എന്ന് വേണം പറയാൻ. അങ്ങനെ ആ സമയത്ത് 2000 കുതിരപ്പടയും 5000 കാലാൾപ്പടയൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം ഈ രാജാവിനെ സഹായിച്ചു. പക്ഷേ അതിന് പകരമായിട്ട് അദ്ദേഹം വലിയൊരു സംഖ്യ പാരിതോഷികം നൽകാന്നുള്ളൊരു കരാർ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു ബന്ധം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം പാലക്കാട് രാജാവിന് ഈ ഒരു സംഖ്യകളൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് തന്നെ ഹൈദരാലി ആ പ്രദേശം പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോട്ടയുടെ നിർമ്മാണത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ 1766 ആയപ്പോഴേക്കും ഹൈദരാലി 15 ഹെക്ടർ ഭൂമിയിൽ ഒരു ഫ്രഞ്ച് എഞ്ചിനീയറുടെ സഹായത്തോടു കൂടി ഇന്ന് കാണുന്ന കോട്ടയുടെ ഒരു പൂർവ്വരൂപം എന്നുള്ള രീതിയിൽ പണിയുകയാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെ പറയാൻ കാരണം ഈ കോട്ട പിന്നീട് കാലങ്ങളായി ഓരോ വിഭാഗത്തിൻ്റെ, അതായത് ബ്രിട്ടീഷുകാരുടെ, ടിപ്പുവിൻ്റെ ഒക്കെ കാലത്ത് ഇതിന് പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ നിർമ്മിച്ച സംഭവങ്ങളാണ് കേട്ടോ. അത് ഞാൻ വഴിയെ പറഞ്ഞു. കോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കേരളത്തിലുടനീളം കാണുന്ന കോട്ടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കരിങ്കല്ല് പാറകൾ കൊണ്ടാണ് കേട്ടോ ഈ കോട്ട നിർമ്മിച്ചത്. അത് മാത്രമല്ല വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ സ്റ്റൈൽ രണ്ടും കൂടി മിക്സ്ചർ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട്സ് ആണ് നമുക്ക് ഇവിടെ ചെന്നാൽ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കോട്ട സന്ദർശിച്ച സമയത്തും ചെങ്കല്ല് കൊണ്ടായിരിക്കും ആ കോട്ടകൾ ഉണ്ടാവുക. പക്ഷേ ഈ കോട്ട നിർമ്മിച്ചത് ഓൾഡ് ഗ്രാനൈറ്റ് കല്ല് എന്ന് പറയുന്ന ഒരു തരം പാറക്കല്ല് കൊണ്ടാണ് ഉപയോഗിച്ചിട്ടോ. ഇത് ജൈനിമേഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവന്ന ചരിത്ര താളുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ കോട്ടകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പൊതുവെ തന്ത്രപ്രാധാന്യമുള്ള സ്ഥലങ്ങളിലായിരിക്കും. അതായത് ഒന്നുകിൽ സമുദ്രത്തിൻ്റെ തീരത്തോടടുത്ത് ചേർന്നിട്ടുള്ള ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ വലിയ കുന്നിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും. അതായത് ശത്രു ഉപരോധം ഏറ്റവും നല്ല രീതിയിൽ സാധ്യമാക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും. എന്നാൽ പാലക്കാട് കോട്ട ഈ ഒരു പ്രദേശത്തിൻ്റെ, പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത്, അതായത് ഏറ്റവും മധ്യത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കോട്ടയുടെ നിർമ്മാണം കേട്ടോ. ചതുരാകൃതിയിലാണ് കോട്ട നിർമ്മിച്ചത്. പിന്നെ അതേപോലെ കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകൾ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ആ ഒരു കിടങ്ങ് ഒരു പാലം വഴി കടന്നിട്ട് വേണം കോട്ടവാതിലിൽ എത്താനായിട്ട്. അപ്പോൾ ഈ കിടങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ശത്രുക്കൾ കാലാൾ പട വരുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു കിടങ്ങ് ഭേദിച്ച് ഉള്ളിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണമുള്ളത്. അപ്പം നമുക്ക് തോന്നില്ലേ, ധീരന്മാരായ പട്ടാളക്കാരൊക്കെ അന്നുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർക്കൊക്കെ സിമ്പിളായിട്ട് ഇത് നീന്തിക്കടന്നു പോന്നൂടെ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് ആ കിടങ്ങിൽ നിറയെ മുതലകളെ തീറ്റ കൊടുത്ത് വളർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. കിടങ്ങിൽ നിറയെ മത്സ്യങ്ങളും ആമകളും ഒക്കെ നല്ലൊരു കാഴ്ചയാണ് അവിടെ. അപ്പം അതിൽ കാണുന്ന വെള്ളം പൂർണ്ണമായിട്ടും മഴവെള്ളമാണ്. എന്നാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര കടുത്ത വേനൽ വന്നാൽ പോലും ആ വെള്ളം വറ്റിയതായിട്ട് ഇന്ന് വരെ ചരിത്രത്തിലില്ല. അങ്ങനെ നമ്മളെ കഥ തുടരുകയാണ് കേട്ടോ. ഹൈദരാലി അങ്ങനെ ആ പ്രദേശത്ത് കോട്ട കെട്ടുകയും പ്രദേശം നല്ല രീതിയിൽ ഭരണം നടത്തുകയും ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന്
ബ്രിട്ടീഷുകാരുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നത്. അപ്പം ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരും സാമൂതിരി രാജാവും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ്. അങ്ങനെ ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിലാണ് ഹൈദരാലിയുടെ മരണം, ടിപ്പു സുൽത്താൻ്റെ രംഗപ്രവേശം ഉണ്ടാകുന്നത്. അതായത് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ടിപ്പു സുൽത്താനാണ് ഈ കോട്ട അടക്കി ഭരിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു യുദ്ധ കാലഘട്ടത്തിൽ കോട്ടയ്ക്ക് ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടിപ്പു സുൽത്താനാണ് പുതിയ പരിഷ്കാരങ്ങളോടുകൂടി കോട്ട പുതുക്കി പണിതിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്ക് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ടിപ്പു തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പരമ്പര തന്നെ അവിടെ ഉണ്ടാവുകയും അവസാനം ബ്രിട്ടീഷുകാർ അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് കാലഘട്ടത്തെ സമയത്താണ് പുതിയ മാറ്റങ്ങൾ കോട്ടയ്ക്കുണ്ടായത്. അതായത് അതുവരെ സൈനിക തലസ്ഥാനമായിട്ട് ഉപയോഗിച്ചിരുന്ന കോട്ട പിന്നീട് ഭരണ തലസ്ഥാനമാക്കി ആരാണ് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ തന്നെയാണ് കേട്ടോ. അതായത് ഇന്ന് നമ്മളെ കോട്ടയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. അത് നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്ന പല ബിൽഡിങ്ങുകളും അന്ന് താലൂക്ക് ഓഫീസായിട്ടും അല്ലെങ്കിൽ സ്പെഷ്യൽ ജയിലായിട്ടും അതും അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥരുടെ വസതിയായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ബിൽഡിങ്ങുകളാണ് കേട്ടോ. അങ്ങനെ ഒരു നൂറ്റാണ്ടിൻ്റെ കഥ പറയാനുണ്ട് പാലക്കാട് കോട്ടയെക്കുറിച്ച്. രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും അധിനിവേശത്തിൻ്റെയും കഥ പറയുമ്പോഴും അവിടെ അന്നുണ്ടായിരുന്ന പടയാളികളെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ധീരന്മാരായ അവർ അന്ന് അനുഭവിച്ച വേദനകളുടെയും യാതനകളുടെയും എല്ലാം ശബ്ദം ഇന്ന് ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ എനിക്ക് കേൾക്കാം. ഈ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഈ കോട്ട കാണാൻ വരണം. അപ്പം നമുക്ക് മുമ്പ് കണ്ട കോട്ടയേക്കാൾ എത്രയോ മനോഹരമായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്ന കോട്ടയ്ക്ക് തോന്നും. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, അതായത് ഇത്രയ്ക്ക് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റിയ സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ ഈ മഴക്കാലത്തിൻ്റെ എൻഡിങ് തന്നെയാണ് കേട്ടോ. അപ്പം ഈ പ്രകൃതി ഒരുക്കുന്ന കാഴ്ചകളുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി നമ്മുടെ മനസ്സിന് തരുന്ന റിലാക്സേഷൻ അത് അതിലധികമാണ്. അങ്ങനെ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിന് സാക്ഷിയായ വേദി വിട്ട് നമ്മൾ മടങ്ങുകയാണ്. ആ പുതിയ കാഴ്ചകളും കഥകളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.